ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ കിടലായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് കുറേ നാളെ വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് ചാനൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ബ്രെയിൻ അങ്ങനെ പെട്ടെന്ന് നമ്മൾ സാധനം സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ട് തരും. അപ്പോൾ അങ്ങനെ അതൊക്കെ മറികടന്ന് നമ്മളിന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിനോട് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. എൻ്റെ പേര് രേഷ്മ രാധാകൃഷ്ണൻ. ഞാൻ ഇപ്പോൾ സർട്ടിഫൈഡ് വെൽനസ് കോച്ചാണ്. അതുപോലെ മൺ പവർ ട്രെയിനറാണ്. റിലേഷൻഷിപ്പ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ വളരെ സ്റ്റക്കായൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ തോട്ട്സും നമ്മുടെ എന്താ പറയുക ഇമോഷൻസും ഫീലിങ്സും ഒന്നും നമ്മുടെ കൺട്രോളിലല്ലാതെ ഒരു ഇരുട്ടിലായൊരു അവസ്ഥ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വെളിച്ചം തന്നത് എനിക്ക് ഈ മൈൻഡിനെ പറ്റിയും ലൈഫിനെ പറ്റിയും നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയും നമ്മുടെ കോസ്മോസിനെ പറ്റിയിട്ടൊക്കെയുള്ള അറിവാണ്. അതായത് നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തെ പറ്റി. ഞാനും എൻ്റെ ലൈഫിൽ ആ ഒരു സമയത്ത് സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കാനിടയായി. അതായത് ഞാൻ വായിക്കുന്ന ആളേ അല്ല, ഒട്ടും വായിക്കുന്ന ആളല്ല. എൻ്റെ പുസ്തകം വായിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ PM ഗഫൂർ സാറിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കണ്ടു. ആ സമയത്ത് ഞാൻ എൻ്റെ കാലൊടിഞ്ഞ് കിടപ്പിലായിരുന്നു. അപ്പം ഷോർട്സ് കണ്ടപ്പോൾ സാർ ഈ ബുക്കിന് റെക്കമെൻഡേഷൻ കണ്ടു. അപ്പോൾ തന്നെ Amazon ഓർഡർ ചെയ്തു. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചൊന്നും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കണമെന്നൊരു ചിന്ത മാത്രമേ അപ്പം മനസ്സിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ആ ബുക്ക് വായിച്ചു. അപ്പം എന്നെ മറ്റേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. പിന്നെ അവിടെ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ച് വേറെ പുസ്തകങ്ങൾ വായിച്ചു. അതേപോലെ കുറേ ന്യൂറോ സയൻറ്റിസ്റ്റിൻ്റെ കോഴ്സസ് അറ്റൻഡ് ചെയ്തു, സർട്ടിഫിക്കേഷൻസ് എടുത്തു, പുതിയ കോഴ്സസ് ചെയ്തു. ഇപ്പോഴും ന്യൂറോ സയൻസിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയാണ് ന്യൂറോ സയൻസ്. അപ്പോൾ ഈ അറിവുകളൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫ് 360 ഡിഗ്രി ചേഞ്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫിലെ കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ കരുതി എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയാകുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ വേണ്ടി സാധിക്കും. കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും. ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ നിന്നും ഒരു വെൽനസ് കോച്ചായിട്ട് ട്രാൻസ്ഫോം ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ ഈ ഒരു അറിവുകളും കാര്യങ്ങളും എല്ലാം എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കണം. കാരണം ഒരുപാട് പേര് ഞാൻ കടന്നുപോയ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ലൈഫിലൊരു വെളിച്ചം കൊണ്ടുവരാൻ എനിക്ക് ഈ അറിവുകളോട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രത്തോളം എൻ്റെ ലൈഫിൽ അടിമുടി മാറ്റം വരുത്തിയതാണ് ഈ കാര്യങ്ങൾ. ലൈഫിനെ പറ്റി നമുക്ക് അറിയണം. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സീക്രട്സ് നമുക്ക് ഒരു ക്ലാസ്സിലോ കോളേജസിലോ എവിടെയും പറഞ്ഞു തരില്ല, അല്ലേ? അങ്ങനെ സിലബസ് ഇല്ല. പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ലഭിച്ച ഈ ഓരോ അറിവുകളും നിങ്ങൾക്ക് വീഡിയോസിലൂടെ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ചേഞ്ച് വരുത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്കിനി വരും വീഡിയോസിൽ എന്തായാലും ഇത്തരം കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാം. ബ്രെയിനിനെ പറ്റി, നമ്മുടെ ലൈഫിനെ പറ്റി, നമ്മുടെ കോസ്മോസിനെ പറ്റി, എല്ലാത്തിനെ പറ്റി നമുക്ക് ഒരു ഡിസ്കഷൻസ് നമുക്ക് നമ്മുടെ വരും വീഡിയോസിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.